അസഹനീയമായിട്ടുള്ള ചൂട് കാരണം പലരും എ സി വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2026 ഒരു പുതിയ എ സി വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. പുതിയ 2026 മോഡൽ എ സികൾക്ക് 2025 മോഡലുകളെ അപേക്ഷിച്ച് വില കൂടുതലാണ്. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി മാനദണ്ഡങ്ങളാണ് ഇതിന് കാരണം. വില അല്പം കൂടുതലാണെങ്കിൽ പോലും പുതിയ മോഡലുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറണ്ട് ബിൽ 10% വരെ ലാഭിക്കാൻ കഴിയും. ഉദാഹരണത്തിന് പഴയ മോഡൽ 1.5 ടൺ എ സി 760 യൂണിറ്റ് കറണ്ട് എടുക്കുമ്പോൾ പുതിയ മോഡൽ വെറും 681 യൂണിറ്റ് മാത്രമേ ഉപയോഗിക്കൂ. അതുകൊണ്ട് എ സി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് പുതിയ മോഡൽ എ സി വാങ്ങുന്നത് തന്നെയാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരം. നിങ്ങൾ പുതിയ എ സി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എ സിക്ക് വേണ്ടി അമിതമായ തുക ചെലവാക്കാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 1.5 ടൺ എ സി തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി ഞാൻ ഏകദേശം 70-ലധികം 1.8 ടൺ എ സികൾ പരിശോധിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞങ്ങളുടെ ആ അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ₹1 പോലും അധികം വരില്ല. ഒപ്പം ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ ഞങ്ങളുടെ ടീമിനെ അത് സഹായിക്കുകയും ചെയ്യും. എ സി വാങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് എത്രത്തോളം നന്നായി മുറി തണുപ്പിക്കുന്നു എന്നതാണ്. എന്നാൽ ഇവിടെയാണ് ചില ബ്രാൻഡുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് എ സി വാങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇനി പറയുന്ന കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 1 ടൺ 1.8 ടൺ എ സികൾ എന്നൊക്കെ നമ്മൾ എ സികളെ കുറിച്ച് കേൾക്കാറുണ്ടല്ലോ. ഒരു 1 ടൺ എ സിക്ക് ചുരുങ്ങിയത് 3.5 കിലോവാട്ട് കൂളിംഗ് കപ്പാസിറ്റിയെങ്കിലും ഉണ്ടായിരിക്കണം. ഒരു 1.5 ടൺ എ സിക്ക് ശരിക്കും 0.27 കിലോവാട്ട് കപ്പാസിറ്റിയെങ്കിലും വേണം. എന്നാൽ മാർക്കറ്റിൽ കാണുന്ന പല 1.8 ടൺ എ സികൾക്കും 5 കിലോവാട്ടിൽ താഴെ മാത്രമേ കപ്പാസിറ്റി ഉണ്ടാകാറുള്ളൂ. അതായത് നമ്മൾ 1.8 ടൺ ആണെന്ന് കരുതി പണം കൊടുത്തു വാങ്ങുന്നത് യഥാർത്ഥത്തിൽ അതിലും കുറഞ്ഞ കപ്പാസിറ്റിയുള്ള എ സി ആയിരിക്കും. അപ്പോൾ ഇത്തരം എ സികൾ വാങ്ങുന്നത് അബദ്ധമാണോ എന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. ഒരിക്കലുമല്ല. നിങ്ങളുടെ മുറി അല്പം ചെറുതാണെങ്കിൽ ഇത്തരം എ സികൾ വലിയ ഓഫറുകളിലോ മികച്ച വിലയിലോ ലഭിക്കുകയാണെങ്കിൽ ധൈര്യമായി വാങ്ങാവുന്നതാണ്. മുറിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള കപ്പാസിറ്റി തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കാം. അതുകൂടി കണ്ടു നോക്കുക. ഇന്നത്തെ മിക്ക എ സികളും കൺവെർട്ടബിൾ എ സികളാണ്. അതായത് മുറിയിൽ ആളുകൾ കുറവായിരിക്കുമ്പോഴോ മുറി തണുത്ത് കഴിയുമ്പോഴോ 1.5 ടൺ എ സിക്ക് 1 ടൺ അല്ലെങ്കിൽ 0.8 ടൺ ആയി പ്രവർത്തിക്കാൻ കഴിയും. എല്ലാവർക്കും 5 സ്റ്റാർ എ സിയുടെ ആവശ്യമില്ല. കാരണം അവയ്ക്ക് പൊതുവെ വില കൂടുതലാണ്. നിങ്ങൾ വർഷത്തിൽ 3 മുതൽ 4 മാസം വരെ മാത്രം, അതും ദിവസം 12 മണിക്കൂറിൽ താഴെ എ സി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു 3 സ്റ്റാർ എ സി മതിയാകും. ISEAR റേറ്റിംഗ് ഓരോ 2-3 വർഷം കൂടുമ്പോഴും പുതുക്കാറുണ്ട്. 2025 മോഡലുകൾക്കും അതിനു മുൻപുള്ളവയ്ക്കും 2025 ഡിസംബർ വരെ മാത്രമേ റേറ്റിംഗ് സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. പുതിയ റേറ്റിംഗ് കാലയളവ് 2026 ജനുവരി മുതൽ 2027 ഡിസംബർ വരെയാണ്. എ സി സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് ഹോം ഫീച്ചറുകളുള്ള എ സികൾക്ക് വില അല്പം കൂടുതലായിരിക്കും. ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എവിടെ നിന്നും എ സി ഓണാക്കാനും ഓഫാക്കാനും താപനില നിയന്ത്രിക്കാനുമൊക്കെ ഇതിലൂടെ സാധിക്കും. AI എ സികളിലെ AI എന്നത് ഒരു മാർക്കറ്റിംഗ് ട്രിക്ക് മാത്രമാണ്. മുറികളിലെ താപനില അടിസ്ഥാനമാക്കി കപ്പാസിറ്റി ക്രമീകരിക്കുന്നതല്ലാതെ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. മിക്ക എ സികൾക്കും PM 2.5 ഫിൽറ്ററുകൾ ഉപയോഗിച്ച് ചെറിയ തോതിൽ എയർ ശുദ്ധീകരിക്കാൻ കഴിയും. എന്നാൽ എയർ പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ എപ്പോഴും ഒരു എയർ പ്യൂരിഫയർ വാങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എ സിക്ക് പുറത്തൊരു HEPA ഫിൽറ്റർ ഘടിപ്പിക്കാനുള്ള ബദൽ മാർഗങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ഇനി നമുക്ക് മികച്ച 1.8 ടൺ എ സികളെ കുറിച്ച് സംസാരിക്കാം. 150 മുതൽ 250 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഇടത്തരം കിടപ്പുമുറികൾക്ക് അനുയോജ്യമായ 2 പ്രധാന കാറ്റഗറികളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ട്രൂ 1.5 ടൺ എ സികൾ, രണ്ടാമതായിട്ട് അപ്രോക്സിമേറ്റ്ലി 1.5 ടൺ എ സികൾ. ഇതിലാദ്യം ട്രൂ 1.5 ടൺ എ സികൾ നോക്കാം. നിങ്ങളുടെ മുറി 250 സ്ക്വയർ ഫീറ്റിനടുത്താണെങ്കിലോ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന മുറിയാണെങ്കിലോ മുകളിലത്തെ നിലയിലാണെങ്കിലോ ഈ എ സികൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിലാദ്യമായി ഹയർ 1.5 ടൺ എ സി. ഇതിന് 1.5 ടണ്ണിലും ഉയർന്ന കപ്പാസിറ്റിയുണ്ട്. പുറത്ത് 60 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ പോലും വെറും 10 സെക്കൻഡിനുള്ളിൽ മുറി തണുപ്പിക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതൊരു 7-in-1 കൺവെർട്ടബിൾ എ സി ആണ്. അതായത് നമ്മുടെ ആവശ്യാനുസരണം ഇതിന്റെ കപ്പാസിറ്റി 40% മുതൽ 110% വരെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുവഴി ഏകദേശം 60% വൈദ്യുതി ലാഭിക്കാൻ നമുക്ക് സാധിക്കും. എ സിയിലെ പൊടിയും അഴുക്കും കളയാൻ ഫ്രോസ്റ്റ് സെൽഫ് ക്ലീൻ എന്നൊരു സംവിധാനവും ഇതിലുണ്ട്. ഒരു ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ വെറും 21 മിനിറ്റിനുള്ളിൽ ഇൻഡോർ യൂണിറ്റ് സർവീസ് ചെയ്ത് വൃത്തിയാക്കും. പ്രോഡക്റ്റിന് 5 വർഷത്തെ വാറന്റിയും കംപ്രസറിന് 12 വർഷവുമാണ് കമ്പനി വാറന്റി നൽകുന്നത്. എ സിക്ക് 41,500 രൂപയാണ് നിലവിൽ വില വരുന്നത്. അടുത്തായിട്ട് മാർക്യുവിന്റെ ഒരു മോഡലാണ്. ഫ്ലിപ്കാർട്ടിലെ ഒരു ബഡ്ജറ്റ് ഓപ്ഷൻ എ സി ആണിത്. ഇതിന് 5.1 കിലോവാട്ട് കൂളിംഗ് കപ്പാസിറ്റി ഉണ്ട്. സ്മാർട്ട് ഫീച്ചറുകൾ ഒന്നുമില്ലാത്ത ഒരു ബേസിക് എ സി ആണിത്. ഇൻസ്റ്റലേഷനും സർവീസിനും കുറച്ച് കാലതാമസം നേരിടുന്നുവെന്ന് ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ PCBക്ക് അധിക വാറന്റി ലഭിക്കില്ല.
കുറഞ്ഞ ചിലവിൽ നല്ലൊരു എ സി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണിത്. അടുത്തതായിട്ട് പാനസോണിക്കിന്റെ ഒരു എ സി ആണ്. 1.5 ടൺ കപ്പാസിറ്റിയുള്ള ഈ എ സി 120 മുതൽ 170 സ്ക്വയർ ഫീറ്റ് വരെയുള്ള മീഡിയം സൈസ് റൂമുകൾക്ക് കറക്റ്റാണ്. 55 ഡിഗ്രി ചൂടിൽ പോലും നല്ല കൂളിംഗ് നൽകാൻ ഇതിന് സാധിക്കും. ഇതിലെ ഫോർവേസിംഗ് റൂമിന്റെ എല്ലാ മൂലയിലേക്കും ഒരുപോലെ തണുപ്പ് എത്തിക്കും. ഇതൊരു ഇൻവെർട്ടർ കംപ്രസർ ആയതുകൊണ്ട് റൂമിലെ ചൂടിനനുസരിച്ച് കംപ്രസറിന്റെ സ്പീഡ് തനിയെ അഡ്ജസ്റ്റ് ചെയ്യും. ഇത് 8 വ്യത്യസ്ത കൂളിംഗ് മോഡുകളുണ്ട്. റൂമിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് കൂളിംഗ് 40% മുതൽ ഹൈ കപ്പാസിറ്റി വരെ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് വൈദ്യുതി ലാഭിക്കാൻ ഒരുപാട് സഹായിക്കും. ഇതിന്റെ സ്മാർട്ട് ഫീച്ചറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മെറ്റർ എനേബിൾഡ് എ സി ആണിത്. ആപ്ലിക്കേഷൻ വഴി വൈഫൈ ഉപയോഗിച്ച് ഫോണിലൂടെ തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ AI മോഡും ലഭ്യമാണ്. എ സിയുടെ ആയുസ് കൂട്ടുന്നതിന് വേണ്ടി ഇതിൽ ഡസ്റ്റ് ബസ്റ്റർ ടെക്നോളജി നൽകിയിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ കൂടുമ്പോഴും ഔട്ട്ഡോർ യൂണിറ്റിലെ കോയിലുകൾ ഇത് തനിയെ ക്ലീൻ ചെയ്യും. പ്രോഡക്റ്റിന് 5 വർഷ വാറന്റിയും കംപ്രസറിന് 10 വർഷ വാറന്റിയും കോയിൽ മോട്ടോർ PCB എന്നിവയ്ക്കെല്ലാം 5 വർഷത്തെ വാറന്റിയുമാണ് ലഭിക്കുന്നത്. 45,000 രൂപയ്ക്കുള്ളിൽ ഇത് വാങ്ങാൻ സാധിക്കും. അടുത്തായിട്ട് ഡൈക്കിൻ സീരീസിലെ എ സികളാണ്. ഇതിന്റെ യഥാർത്ഥ കപ്പാസിറ്റി കൃത്യം 1.5 ടൺ തന്നെയാണ്. ഇതിന് 5280 വാട്ട് കൂളിംഗ് കപ്പാസിറ്റി ഉണ്ട്. കൂടാതെ പുറത്ത് 54 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ളപ്പോഴും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും. ഇതൊരു കൺവെർട്ടബിൾ എ സി ആണ്. ഇതിന്റെ ISER റേറ്റിംഗ് 5.2 ആണ്. വർഷത്തിൽ ഏകദേശം 785 യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. വായുവിലെ ചെറിയ പൊടിപടലങ്ങളെ പോലും നീക്കം ചെയ്യാൻ ഇതിൽ PM 2.5 ഫിൽട്ടർ നൽകിയിട്ടുണ്ട്. മെഷീന് 1 വർഷവും PCBക്ക് 5 വർഷവും കംപ്രസറിന് 10 വർഷവുമാണ് വാറന്റി കിട്ടുന്നത്. സ്മാർട്ട് ഫോൺ ഫീച്ചറുകൾ ഈ മോഡലുകളിൽ ലഭ്യമല്ല. പക്ഷേ പെർഫോമൻസിലും ലാഭത്തിലും ഇത് മികച്ച ചോയ്സ് തന്നെയാണ്. ഇതിന്റെ 5 സ്റ്റാർ എസിക്ക് 42,500 രൂപയാണ് വില വരുന്നത്. ഇനി നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.5 ടൺ എ സികളെ കുറിച്ച് നോക്കാം. നിങ്ങളുടെ മുറി ഏകദേശം 200 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഇവ തിരഞ്ഞെടുക്കാം. ഇതിലാദ്യമായി കരിയറിന്റെ ഒരു മോഡലാണ്. ഇതൊരു 6-in-1 കൺവെർട്ടബിൾ എ സി ആണ്. ഇതിൽ ഇൻസ്റ്റാൾ കൂൾ മോഡുണ്ട്. ഇതിന്റെ കണ്ടൻസർ 100% കോപ്പർ ആണ്. അതിൽ ആന്റി കൊറേഷൻ ബ്ലൂ കോട്ടിംഗ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പിക്കില്ല. വായുവിലെ പൊടിപടലങ്ങൾ നീക്കം ചെയ്യാൻ HD ഫിൽറ്ററുകളും PM 2.5 ഫിൽറ്ററുകളും ഇതിലുണ്ട്. ഗ്യാസ് ലീക്കായാൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനവും ഓട്ടോ ക്ലീൻ ഫീച്ചറും രാത്രി സുഖമായി ഉറങ്ങാൻ സ്ലീപ്പ് മോഡ് എന്നിവയും ഇതിലുണ്ട്. മെഷീൻ 1 വർഷത്തെ വാറന്റിയും PCBക്ക് 5 വർഷത്തെ വാറന്റിയും കംപ്രസറിന് 10 വർഷത്തെ വാറന്റിയുമാണ് ലഭിക്കുന്നത്. 42,000 രൂപയ്ക്കുള്ളിൽ ഇത് വാങ്ങാൻ സാധിക്കും. അടുത്തായി സാംസങ്ങിന്റെ ഒരു എ സി ആണ്. സാധാരണ എ സിയിൽ നിന്ന് കാറ്റ് നേരിട്ട് നമ്മുടെ ദേഹത്തേക്ക് അടിക്കുന്നത് ചിലർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. എന്നാൽ സാംസങ്ങിന്റെ വിൻഫ്രീ ടെക്നോളജിയിൽ കാറ്റ് നേരിട്ടടിക്കാതെ തന്നെ മുറിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള തണുപ്പ് നിലനിർത്തും. ഇതിനെ നമുക്ക് കംഫർട്ടബിൾ കൂളിംഗ് എന്ന് വിളിക്കാം. ഫോണിലെ സ്മാർട്ട് തിങ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലോകത്തെവിടെയിരുന്നും നിങ്ങൾക്ക് ഈ എ സി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അലക്സ, ഗൂഗിൾ, ബിക്സ്ബി എന്നിവ വഴി സംസാരിച്ചുകൊണ്ട് തന്നെ എ സി പ്രവർത്തിപ്പിക്കാം. മുറിയിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് എ സിയുടെ പവർ നിങ്ങൾക്ക് 5 രീതികളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ എ സി ഓഫ് ചെയ്താലും ഉള്ളിലെ ഈർപ്പം ഉണക്കാൻ 3 സ്റ്റെപ്പ് ഓട്ടോ ക്ലീൻ ഫീച്ചറുകളുണ്ട്. ഇത് പൂപ്പലും ദുർഗന്ധവും ഉണ്ടാകുന്നത് തടയും. പ്രോഡക്റ്റിന് 5 വർഷത്തെ വാറന്റിയും കംപ്രസറിന് 10 വർഷത്തെ വാറന്റിയുമാണ് കമ്പനി നൽകുന്നത്. അടുത്തായിട്ട് മീഡിയയുടെ ഒരു 1.5 ടൺ എ സി ആണ്. കരിയർ ഉൾപ്പെടെയുള്ള പല പ്രമുഖ ബ്രാൻഡുകൾക്കും എ സികൾ നിർമ്മിക്കുന്നത് മീഡിയയാണ്. അതിനാൽ വില കൂടിയ ബ്രാൻഡുകളിൽ കാണുന്ന അതേ മികച്ച കംപ്രസർ സാങ്കേതിക വിദ്യ കുറഞ്ഞ വിലയിൽ ഇതിൽ കിട്ടും. ഇതിൽ ഡ്യുവൽ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ട്. ഇതിൽ HD ഫിൽറ്ററും PM 2.5 ഫിൽറ്ററും വരുന്നുണ്ട്. ഇത് പൊടിയും മറ്റഴുക്കുകളും നീക്കം ചെയ്യാൻ സഹായിക്കും. കൂടാതെ 3X എയർ കെയർ സംവിധാനവുമുണ്ട്. ആന്റി മോൾഡ് ഓട്ടോ ക്ലീൻ ഫീച്ചറുകൾ ഉള്ളതുകൊണ്ട് എ സിക്കുള്ളിൽ പൂപ്പലോ ദുർഗന്ധമോ ഉണ്ടാകില്ല. മഴക്കാലത്ത് ഈർപ്പം മാറ്റാൻ ഇതിൽ പ്രത്യേകം മൺസൂൺ കംഫർട്ട് സെറ്റിംഗ്സും നൽകിയിട്ടുണ്ട്. സർവീസ് നെറ്റ്വർക്ക് പരിമിതമാണ് എന്നതാണ് പ്രധാന പോരായ്മ. എങ്കിലും PCB ഉൾപ്പെടെ ഉൽപ്പന്നത്തിന് 5 വർഷത്തെ വാറന്റിയും ലഭിക്കും. 37,500 രൂപയ്ക്ക് ഇത് വാങ്ങാൻ സാധിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള റിവ്യൂകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.